You are watching TV Next. നമസ്കാരം ഡോക്ടർ. നമസ്കാരം മാഡം. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് ദാന ചടങ്ങ് നടക്കുകയാണ്. ഇന്നൊരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്തിനുള്ള അവാർഡാണ് ഇത്? കുട്ടികൾക്കുള്ള ചിത്രമായ കൈലാസത്തിലാതിഥി എന്ന് പറയുന്ന സിനിമയിൽ ബെസ്റ്റ് ആക്ടർ അല്ല നല്ല നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് എനിക്ക് ലഭിച്ചത്. ഇത് അജയൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ശ്രീ വളരെ പ്രസിദ്ധനായ ജയകുമാർ സാറാണ് ഇതിൻ്റെ IAS ജയകുമാർ സാറാണ് ഇതിൻ്റെ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ജൂറി നല്ല നടനുള്ള അവാർഡാണ് എനിക്ക് ലഭിച്ചത്. സന്തോഷം. മാഡം, ഹസ്ബൻഡിന് കിട്ടിയ അവാർഡിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കുഞ്ഞിലെ മുതലേ നടനാണ്, നാടകങ്ങളിലൂടെ വരുന്ന ആളാണ്. ഒരുപാട് അവാർഡ്സ് മുമ്പേ കിട്ടിയിട്ടുണ്ട് നാടകങ്ങൾക്ക്. ഇപ്പം സിനിമയിൽ ആക്റ്റീവായത് അടുത്തിടെയാണ്. സന്തോഷം. ഇപ്പോൾ നടക്കുന്നത് വളരെ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത്, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആരാധനയോടെ നോക്കിയിരുന്ന അല്ലേ ഷീലാമ്മയും ഇപ്പം തന്നെ എവർഗ്രീൻ ശങ്കർ സാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അഭിമാന നിമിഷത്തെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ അവാർഡ് കൊടുക്കുന്ന ഈ ഒരു അഭിമാന നിമിഷം എങ്ങനെയാണ്? ഇത് സത്യജിത് റേയുടെ നാമത്തിലുള്ള ഒരു അവാർഡാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ വളരെയധികം വാല്യൂ കൽപ്പിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ സിനിമാ മേഖലയിൽ ഒരു മാർഗദർശിയായി, നമുക്കൊരു വഴികാട്ടിയായി, ഒരു ഗുരുവിനെ പോലെ ചലച്ചിത്ര രംഗത്ത് നിലനിന്നൊരു പ്രതിഭയാണ് മഹാനായ സത്യജിത് റേ. അദ്ദേഹത്തിൻ്റെ പേരുള്ള ഈ അവാർഡ് എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലൊരു മറക്കാനാവാത്ത അനുഭവമാണ്. അത് വളരെ ഒരു പ്രോത്സാഹനമാണ്. ഇതെന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുന്നു. കൂടുതൽ ചിത്രങ്ങളിൽ കൂടുതൽ ഗൗരവമുള്ള കഥാപാത്രങ്ങളും വളരെ ഗൗരവമായി ഓരോ കഥാപാത്രത്തെ സമീപിക്കുന്നതിനും ഇതെന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ അവാർഡ് ലഭിച്ചത്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഭാര്യയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അഭിനയ മേഖല? ശരിക്കും ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ നാടകത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മലയാള ചലച്ചിത്ര രംഗത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ ഒപ്പം കുട്ടിക്കാലം മുതൽ തന്നെ നാടകരംഗത്ത് അവരുണ്ടായിരുന്നപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നരേന്ദ്ര പ്രസാദിനെ പോലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുമായി അവരുടെ നാടക ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രൊഫഷണൽ മേഖലയിൽ വന്നതോടുകൂടി ഞാനിതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയോട് പോലും ഞാനിത് ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. പക്ഷേ യാദൃച്ഛികമായി എനിക്ക് കിട്ടിയ അവാർഡുകളും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഒരു സമയം ഇങ്ങനെ തപ്പി പുള്ളിയുടെ കയ്യിൽ വന്നുവിടുകയും ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ അന്ന് മുതൽ എന്നെ വളരെയധികം, ഞാൻ പിന്നോട്ട് പോയാലും വളരെയധികം എൻകറേജ് ചെയ്ത് ഈ മേഖലയിലേക്ക് എന്നെ പിടിച്ചുകൊണ്ട് വന്നത് സത്യം പറഞ്ഞാൽ ഭാര്യയുടെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് ഇതുവരെ ഇപ്പം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതും അതിൽ വളരെ സന്തോഷത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുന്നതും. തീർച്ചയായിട്ടും ആരും സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭർത്താവിൻ്റെ ഈ സ്വപ്നവും കഴിവും എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട്. അത് എത്രത്തോളം ഉയരങ്ങളിൽ എത്താനാണ് മേഡം ആഗ്രഹിക്കുന്നത്? ആക്ച്വലി ഡോക്ടർ നേരത്തെ സിനിമയിലേക്ക് വരേണ്ട ആളായിരുന്നു. പുള്ളി ഇത്രയും കാലം പുറകോട്ട് പോയി. ഇപ്പം ആക്റ്റീവായി വന്നു. ഇപ്പം സെക്കൻഡ് മൂവിയാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. ഫസ്റ്റ് മൂവി തമസ് ആണ്. അതിൽ മോനും സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് മൂവിയാണ്. തേർഡ് മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 2 മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.